എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. നമ്മൾ കുറേ കാലമായിട്ട് സൗജന്യ ജ്യോതിഷ പരിപാടി ഉണ്ടായിരുന്നതായിരുന്നു. അത് നിർത്തി വച്ചിരിക്കുമായിരുന്നു. തിരക്ക് കാരണം അത് സമയം കിട്ടുന്നില്ല. ഇന്ന് സമയം ഉണ്ടായിട്ടല്ല, എങ്കിൽ പോലും ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇന്ന് സൗജന്യ ജ്യോതിഷത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് അല്ലെങ്കിൽ സമയം വെച്ചുകൊണ്ടുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഇതിനകത്ത് പറയുന്നത്. ഇപ്പോഴത്തെ ദശാപഹാര കാലം ഏതാണ്, ഇപ്പോഴത്തെ നമ്മുടെ അപഹാരത്തിൽ ഏത് ആരാധനാമൂർത്തിയെയാണ് ആരാധിക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ വഴിപാടുകളാണ് നടത്തേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ കുടുംബപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രശ്നപ്രകാരമുള്ള കാര്യങ്ങളോ നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കത്തില്ല. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ടൈം തന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമിൽ പെൺകുട്ടിയും ഉണ്ടാകും, ആൺകുട്ടിയും ഉണ്ടാകും. ഒരു ഡേറ്റിൽ എത്രയോ ആളുകൾ ഭൂമിയിൽ ജനിക്കുന്നുണ്ടാകും. അപ്പോൾ എല്ലാവരുടെയും ഫലം ഒരുപോലെ അല്ല ഇരിക്കുന്നത് എന്ന് നമ്മളത് പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം അയച്ചു തന്നിട്ട് പറയും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം തിരുമേനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചു തരാറുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, ഇത് ജ്യോതിഷപരമായ കാര്യമല്ല. യഥാർത്ഥത്തിൽ ജ്യോതിഷം നമുക്ക് നോക്കിയിട്ട് വിവരങ്ങൾ പറയണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വെച്ചുകൊണ്ട് മാത്രം ഒരാളുടെ പറയാനൊക്കത്തില്ല. കാരണം ഇന്ത്യയിൽ മാത്രമല്ല ആ ഡേറ്റിൽ ആൾക്കാർ ജനിച്ചിട്ടുള്ളത്, ഭൂമിയിൽ എല്ലായിടത്തും ആളുകൾ ജനിക്കും. അപ്പോൾ നമ്മുടെ അവസ്ഥകളും നമ്മുടെ പ്രശ്നം, ഇപ്പോൾ കവടിപരമായിട്ട് ഒരു പ്രശ്നം വെച്ച് നോക്കിയിട്ട് നമ്മുടെ ജാതകപരമായിട്ട് എന്താണ് ഇപ്പോഴത്തെ സമയം, ഇപ്പോഴത്തെ ദോഷ സമയം എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ആണ് അതിന് മറുപടി പറയുന്നത്. എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇവിടെ നെറ്റിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരമായിട്ട് നെറ്റിന് ഓൺലൈനിലേക്ക് വരാതിരുന്നത്. അപ്പോൾ ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കി വെച്ച് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വെച്ചിട്ട് ഇപ്പം നമുക്ക് തന്നിട്ടുള്ളത് അമൽ ജ്യോതി തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞ ഒരാൾ അയച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു കാര്യമൊന്നും ചോദിച്ചിട്ടില്ല. 26/3/2007 വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാം. 26/3/2007 11:45 AM. അപ്പോൾ തിരുവാതിര നക്ഷത്രമാണ്. ഇപ്പോഴത്തെ വയസ്സ് വന്നിട്ട് 17 വയസ്സ് 10 മാസമായിട്ടുണ്ട്. ഈ കുട്ടിക്ക് വ്യാഴദശയിൽ ഇപ്പോൾ രാഹുവിൻ്റെ അപഹാരം നടക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. തലക്കുറി അയച്ചിട്ട് കാര്യമില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ടൈം അയക്കുക. അംബിക സന്തോഷ്. ഡേറ്റ് ഓഫ് ബർത്ത് ടൈം, നക്ഷത്രം, പേര്, നാൾ, അറിയേണ്ട കാര്യം എന്താണ്, ഓരോ കാര്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരാൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിഷയത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. കുടുംബ പ്രശ്നമല്ല ഇത് നോക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ദശാപഹാരം നമ്മൾ അമൽ ജ്യോതി തിരുവാതിര നക്ഷത്രം 26/3/2007 11:45 ജനിച്ചിരിക്കുന്ന കുട്ടിക്ക് 18 വയസ്സാകാൻ പോകുന്നു. ഇപ്പം നിലവിൽ വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരകാലം എന്നാണ് അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കുമ്പോൾ കാണുന്നത്. ജനിച്ചിട്ടുള്ളത് രാഹുർ ദശയിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുവാണ്. 2026 ഒക്ടോബർ മാസം 18-ാം തീയതി മുതൽ 18 വർഷത്തേക്ക് ശനി ദശാകാലം ആരംഭിക്കുകയാണ്. അപ്പോൾ ദശാപരകരമായിട്ടുള്ള കാര്യം അറിഞ്ഞാൽ മാത്രമേ നമുക്കിനി അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശനി, ഇനി വരാൻ പോകുന്ന ശനി, ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴവുമാണ്. വ്യാഴദശാകാലം തീരുന്നത് ഞാൻ പറഞ്ഞ ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക. 2026 ഒക്ടോബർ 18 വരെ വ്യാഴവും, അത് കഴിഞ്ഞാൽ പിന്നെ ശനി ദശാകാലവുമാണ് 19 വർഷം. അപ്പോൾ ശനി ജാതകപ്രകാരം അഷ്ടമാധിപനും 9ാം ഭാവാധിപനുമായിട്ട് 2ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പം പൊതുവേ ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും എന്നുള്ള കാര്യം ഒരു ഭാവം കിടക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ബുധന് മൗഢ്യമൊന്നും കാണുന്നില്ല, ക്രമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം തൊഴിൽപരമായിട്ട് നോക്കിയിട്ടാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ ആരോഗ്യ മേഖല, മെഡിസിൻ, ഔഷധശാല, അതുപോലെ തന്നെ അതിഷ്ടമാണെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കുക. അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, IAS പറയുന്നുണ്ട്, IFS പറയുന്നുണ്ട്, അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡ് പറയുന്നുണ്ട്, ബിസിനസ് പറയുന്നുണ്ട്, അഗ്രികൾച്ചർ പറയുന്നുണ്ട്, വൈദ്യം പറയുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും മേഖലകളിൽ ഈ ജോലി ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതിനും ഉത്തമമാണെന്ന് അമൽ ജ്യോതിയുടെ ജാതകപ്രകാരം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ വ്യാഴദശ ആയതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാല മന്ത്ര അർച്ചന ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ രാഹുവിൻ്റെ അപഹാരമായതുകൊണ്ട് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നതും നല്ലതായിരിക്കും. അപ്പോൾ വ്യാഴദശയും രാഹുവിൻ്റെ അപഹാരം ഒരുപോലെ പോവുകയാണ്. 2026 ഒക്ടോബർ വരെയുണ്ട്. 2025 ഒക്ടോബർ ആയിട്ടില്ല. അപ്പം
നല്ലപോലെ വ്യാഴപ്രീതി വരുത്തുക. വ്യാഴം ജാതകപ്രകാരം 6ാം ഭാവാധിപനായിട്ടാണ് നിൽക്കുന്നത്, ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം വ്യാഴം പ്രീതി വളരെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ദൈവാധീനം കുറവെന്ന് പറയും. അപ്പോൾ ഈശ്വരാധീനം നല്ലതുപോലെ വരുത്തണം. വ്യാഴദശയിലെ ദോഷം മാറാനായിട്ട് വിഷ്ണു ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിദ്യാരാജഗോപാല മന്ത്ര അർച്ചന ചെയ്യുക. നാഗദൈവങ്ങൾക്ക് എല്ലാ മാസവും വഴിപാട് ചെയ്യുക. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവും. തൊഴിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരാൾ വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ലൈവിൽ വോയിസ് മെസ്സേജ് നോക്കാനൊക്കാത്തത് കൊണ്ട് അത് മാറ്റുവാണ്. അടുത്തതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 23/3/81 12 AM എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മറ്റൊന്നും കൊടുത്തിട്ടില്ലാത്തതിനാൽ അത് മാറ്റാൻ പോവുകയാണ്. അടുത്തതായിട്ട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അനൂപ് 91 12/7/91 10 AM 12/7/1991 ജനന സമയം 10 AM ആണ്. 10 AM. അപ്പം അനൂപ് 91 ജനിച്ച അനൂപിന് ഇപ്പോൾ 33 വയസ്സ് 7 മാസമുണ്ട്. ഇപ്പോൾ ബുധൻ്റെ ദശാകാലമാണെന്നും അതിൽ രാഹുവിൻ്റെ അപഹാരകാലമാണെന്നുമാണ് കാണുന്നത്. 2025 മാർച്ച് കഴിയുന്നതോടുകൂടി താങ്കളുടെ സമയം മാറുവാണ്. രാഹുൽ അനൂപ് പുണർദ നക്ഷത്രത്തിലുള്ള അനൂപിൻ്റെ സമയത്തിനൊരു മാറ്റം വരുന്നുണ്ട്. 2025 മാർച്ച് 3 വരെ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ദശാപഹാരം നോക്കുമ്പോഴത്തേക്കിന് ഇദ്ദേഹത്തിൻ്റെ ബുധൻ്റെ ദശാകാലമാണ്. ഇനി വരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ അപഹാരകാലം നടക്കാൻ പോവുകയാണ്. ബുധൻ്റെ ദശാകാലം 2030 വരെ ഉള്ളതായിട്ടും ജാതകപ്രകാരം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മംഗല്യകാര്യം നോക്കാനാണെങ്കിൽ ഈ വരുന്ന ബുധൻ്റെ ദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരകാലത്ത് മംഗല്യം നടക്കുമോ എന്ന് നോക്കുമ്പോൾ വ്യാഴം ഉച്ചരാശിയിൽ 5ാം ഭാവാധിപനും അതുപോലെ തന്നെ 1, 2, 3, 4, 5, 6, 7, 8 അഷ്ടമാധിപത്യവും വഹിച്ചിട്ടാണെങ്കിലും 12ാം ഭാവത്തിൽ വളരെയധികം ഉച്ചരാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ബുധൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരകാലത്ത് ഇദ്ദേഹത്തിന് വളരെയധികം നല്ലതാണെന്നും സ്വദേശം വിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമാണെന്നും ഒക്കെ കാണിക്കുന്നുണ്ട്. ഗജകേസരി യോഗമുണ്ട്, സ്വദേശത്തല്ല വിദേശത്താണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ മംഗല്യയോഗത്തെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. മംഗല്യയോഗത്തിൻ്റെ സമയം പറയുന്നത് 2025 മാർച്ച് 3 മുതൽ 2027 ജൂൺ മാസം 9 വരെയാണ് മംഗല്യയോഗത്തിൻ്റെ സമയം കിടക്കുന്നത്. അപ്പോൾ ആ സമയം മംഗല്യയോഗത്തിന് വളരെയധികം ഉത്തമമായിരിക്കും. താങ്കളുടെ ജാതകപ്രകാരം ബുധൻ 12ാം ഭാവത്തിൽ യുഗ്മരാശിയിൽ നിൽക്കുന്നുണ്ട്. ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അമ്പലത്തിലോ പോയിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മംഗല്യ സൂക്തത്തിനായിട്ടുള്ള മന്ത്രാർച്ചനകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മംഗല്യയോഗം ഉണ്ടാകും. ഇനി വരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ അപഹാരവും കൂടെ ആയതുകൊണ്ട് വിഷ്ണുവിനെയും അതുപോലെ തന്നെ ബുധനെയും അവതാര വിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത്. അപ്പോൾ വിഷ്ണു ഭഗവാൻ ചെയ്യുക. താങ്കളുടെ 7ാം ഭാവാധിപതി ശനിയാണ് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമിക്ക് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക, നീരാഞ്ജന വിളക്ക് കത്തിക്കുക. അതുപോലെ കുങ്കുമം കൊണ്ട് കുങ്കുമ അർച്ചന നടത്തുക. അതുപോലെ തന്നെ ഈ വെണ്ണ നിവേദ്യം നടത്തി കഴിഞ്ഞാൽ അതുപോലെ വെറ്റമാല സമർപ്പിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ആഗ്രഹം പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. 7ാം ഭാവാധിപതി ശനി ആയതുകൊണ്ട് നമുക്ക് എന്താണ് പറയുന്നത്, നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട അല്ലാത്ത വിഭാഗങ്ങളിൽ നിന്നും വിവാഹം കഴിക്കാനുള്ള യോഗമൊക്കെ കാണിക്കുന്നുണ്ട്. 5ാം ഭാവാധിപതിയും 7ാം ഭാവാധിപതിയും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് ഇഷ്ടമുള്ള പെൺകുട്ടിയെ, മനസ്സിനിണങ്ങിയ പെൺകുട്ടിയെ സ്നേഹിച്ചോ ഒക്കെ കല്യാണം കഴിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ജാതകപ്രകാരം. 7ാം ഭാവാധിപതി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ വിഭാഗമല്ലാത്ത ആളുകളിൽ നിന്നായിരിക്കും മംഗല്യം വരാൻ സാധ്യതയുള്ളതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ശനി ആയതുകൊണ്ടാണ് താങ്കളുടെ വിവാഹം ഒരുപാട് താമസിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അനൂപിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. അടുത്ത ആളുടെ കാര്യം നോക്കാം നമുക്ക്. ഇപ്പോഴത്തെ സമയം നോക്കാമോ എന്ന് ചോദിച്ചിട്ട് അംജിത്ത് അയച്ചിട്ടുണ്ട്. സമയം ഡേറ്റ് പേരില്ല, ഞാൻ ആ ഫേസ്ബുക്കിൽ കാണുന്ന ഇതിൽ കാണുന്ന പേരുമാണ് പറഞ്ഞിരിക്കുന്നത്. ടൈം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അയച്ചാൽ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അംജിത്ത് എന്താണ് ചെയ്യുന്നത്, എന്താ അറിയേണ്ടതെന്നുള്ളതോട് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇപ്പോഴത്തെ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് 23/3/81 ചോദിച്ചിട്ടുണ്ട്. 12 AM പേരില്ല, നക്ഷത്രമില്ല, ഒന്നും കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് അത് മാറ്റുവാണ്. നിങ്ങൾ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നവമി ചോദിച്ചിട്ടുണ്ട്. നവമി 22. നമുക്ക് വാട്സപ്പ് നമ്പർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ വാട്സപ്പിലിട്ടാൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു അവിടെ നോക്കാൻ. കാരണം ഇതിങ്ങനെ മേപ്പോട്ട് പോകുന്നത് നമ്മൾ നോക്കി വരുമ്പോഴത്തേക്കും ഇത് മേപ്പോട്ട് പോയിരിക്കും കേട്ടോ. അതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിസ്സാരമായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വേറെ ദക്ഷിണയോ പൈസയോ ഒന്നുമില്ല. ഇത് ഫ്രീ ആയിട്ട് എനിക്ക് സൗകര്യമുള്ള സമയത്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടും ഇത് ഒന്നും സമയമില്ല
അപ്പോൾ സമയത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ചോദിക്കുക, വാട്സപ്പിൽ വിളിക്കാതിരിക്കുക. ഹലോ, തിരുമേനി വരാൻ പറ്റിയില്ല. ഞങ്ങൾ വെള്ളിയാഴ്ച വെക്കിയിട്ട് വന്നാൽ മതി. ഞാനിപ്പോൾ ഇച്ചിരി തിരക്കില്ല, പിന്നെ വിളിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈം നവമിയുടെയൊക്കെ ഈ വാട്സപ്പിലൂടെ അയച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു. പൈസയൊന്നും തരണ്ട, ഞാൻ വിളിച്ച് പൈസയൊന്നും ചോദിക്കത്തില്ല, അങ്ങനെ പേടിക്കണ്ട കേട്ടോ. സൗജന്യ ജ്യോതിഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കട്ടെ, മേപ്പോട്ട് പോയില്ലെങ്കിൽ ഞാൻ നവമിയുടെ കാര്യം നോക്കാം. 22/8/2009 ജനന സമയം 11:12 AM. 11:12 AM. അപ്പോൾ നവമിയുടെ നക്ഷത്രം ഉത്തര നക്ഷത്രമാണെന്ന് കാണിക്കുന്നുണ്ട്. 11/12/22/8/2009 ഈ കുട്ടി ജനിച്ചിരിക്കുന്നുള്ളത്. 15 വയസ്സും 5 മാസമായിട്ടുണ്ട്. 10ാം ക്ലാസ് ആയിരിക്കുമോ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ വിവരങ്ങൾ പറയാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ആദ്യം പറയാം. ദശാപഹാര പ്രകാരം, ജാതകപ്രകാരം 2030 ഡിസംബർ മാസം 31 വരെ ചൊവ്വാ ദശാകാലമാണെന്നാണ് കാണിക്കുന്നത്. അതിലിപ്പോൾ രാഹുവിൻ്റെ അപഹാരമാണ്. അപ്പോൾ ഇച്ചിരി ദോഷ സമയമാണ് കുട്ടിക്ക്. 2025 ജൂൺ മാസം, ഈ വരുന്ന ജൂൺ 15 സമയം മാറുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്കൂൾ തുറപ്പാകുമ്പോൾ സമയം മാറുന്നുണ്ട്. അപ്പോൾ ചൊവ്വ ദശാകാലത്തിൽ വ്യാഴത്തിൻ്റെ അപഹാരം വരുമെന്നാണ് കാണിക്കുന്നത്. വ്യാഴം നീചഭാവത്തിൽ നിൽക്കുന്ന സമയത്താണ് കുട്ടി ജനിച്ചിട്ടുള്ളത്. നല്ല ദൈവാധീനക്കുറവ് കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. വ്യാഴം ദോഷസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദോഷപ്രദമായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വ്യാഴം അനുകൂലപ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുക, അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല പാൽപ്പായസം പോലുള്ള വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നാണ് ഇക്കാര്യം കൊണ്ട് ജാതകം കൊണ്ട് പറയാനുള്ളത്. അപ്പോൾ കുട്ടിയുടെ വിദ്യാഭ്യാസപരമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് തൊഴിലിനെ കുറിച്ച് നോക്കിയിട്ടാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ തൊഴിൽ പറയാം. ഈ കുട്ടിയുടെ ജാതകപ്രകാരം 10ാം ഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയാണ് പ്രധാനമായിട്ട് കാണിക്കുന്നത്. എഞ്ചിനീയറിംഗ്, അഡ്മിനിസ്ട്രേഷൻ, IAS, വർക്ക്ഷോപ്പ്, അതുപോലെ വർക്ക്ഷോപ്പ് എന്ന് വെച്ചാൽ വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ബിസിനസ് മാനേജ്മെൻറ്റൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട്, വൈദ്യം, സർക്കാർ സർവീസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് പറയാനുള്ളത് കുട്ടിയുടെ ജാതകപ്രകാരം വ്യാഴം നീചഭാവത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടി ജനിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യാഴപ്രീതി നല്ലതുപോലെ വരുത്തണം എന്നുള്ളത് തന്നെയാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ചൊവ്വ കുഴപ്പമില്ല, ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. ഓജം യുഗ്മം ഓജരാശിയിൽ നിൽക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സിന് ഒരു വയസ്സുകൂടെ കണക്കൂട്ടി. ഇപ്പോൾ 15.5 വയസ്സല്ലേ ഉള്ളത്. അപ്പോൾ 16 വയസ്സിൻ്റെ ഒരു നാരങ്ങാമാല ചാർത്തുക, പഞ്ചാമൃതാഭിഷേകം നടത്തുക, അല്ലെങ്കിൽ പഞ്ചാമൃത നിവേദ്യം നടത്തിയാലും മതി. അർച്ചന നടത്തുക, സുബ്രഹ്മണ്യന് ചെയ്യുക. പിന്നെ വ്യാഴത്തിൻ്റെ പ്രീതി വരുന്നതിന് എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. പിന്നെ വ്യാഴത്തിൻ്റെ സ്തോത്രമുണ്ട്, അത് ചെല്ലുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓം ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം സന്നമാമി ബൃഹസ്പതി എന്ന് പറയുന്ന വ്യാഴത്തിൻ്റെ സ്തോത്രം എല്ലാ ദിവസവും ചെല്ലുക. അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം പോലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതും അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനെ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കുന്നതും നല്ലതായിരിക്കും. ഈശ്വരാധീനം വളരെ കുറവാണ്, അത് വരുത്തിയേ പറ്റൂ എന്നുള്ളതാണ് ജാതകപ്രകാരം പറയാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരാധീനം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ പോലെയാണ്. അതിനെ കാണാൻ പറ്റത്തില്ല, അതിനെ നമുക്ക് അറിയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈശ്വരാധീനം വരുത്തുന്നതിന് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയോ കുറി തൊട്ടുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം ഫലം ഉണ്ടാകത്തില്ല. മനസ്സർപ്പിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈശ്വരാധീനം ഉണ്ടാകത്തുള്ളൂ. കാരണം അതങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടൈം ഇവിടെ കൊടുത്തിട്ടുള്ളവരുടെ ഓരോരുത്തരായിട്ട് പറയാം. അടുത്ത ആളുടെ നമുക്ക് വന്നിരിക്കുന്നത് അജയകുമാർ മകൻ നക്ഷത്രം. ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും കൊടുത്തിട്ടില്ല. അജയകുമാർ മകമെന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് നോക്കാനൊരു പ്രയാസം വരും, കാരണം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അജയകുമാറെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സിന്ധു ചിത്തിര ഇപ്പോഴത്തെ സമയം എങ്ങനെയാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സിന്ധുവിൻ്റെ 12 പ്രത്യേകിച്ച് നക്ഷത്രം കൊടുത്തിട്ടുണ്ട്. 23/1. എന്തിനു വേണ്ടിയിട്ടാണ് സമയം ചോദിക്കുന്നതെന്ന് പറയുന്നില്ല. വിവാഹം, വിദേശ ജോലി, വൈശാഖ് ചോതി നക്ഷത്രം, അത് പറയാം. വൈശാഖ് ചോതി നക്ഷത്രത്തിൻ്റെ ഇപ്പോൾ പറയാം. ആയിരത്തി 1998. സമയം വന്നിട്ട് 7 PM.
അപ്പോൾ വൈശാഖ ചോദ്യ നക്ഷത്രം, വിവാഹം വിദേശ ജോലിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നക്ഷത്രം ചോദ്യമാണ്. ഇപ്പോഴത്തെ വയസ്സ് 26 വയസ്സ് 4 മാസമായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ജാതകപ്രകാരം ഇദ്ദേഹത്തിന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ശനിദശയിലെ ശുക്രൻ്റെ അപഹാരകാലമാണ് ഈ പറഞ്ഞ വൈശാഖ ചോദ്യ നക്ഷത്രത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദശാപഹാരപ്രകാരം നമുക്ക് ശനിദശയിലെ ശുക്രൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ശനിദശാകാലം 2034 മെയ് മാസം 3-ാം തീയതി വരെ ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ശനി ജാതകത്തിൽ വളരെയധികം ദോഷസ്ഥാനത്താണ് സഹോദരൻ്റെ നിൽക്കുന്നത്. 11-ാം ഭാവാധിപതി എന്ന് പറയും. അത് 2-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ധനനഷ്ടം, കുടുംബത്തിന് വരെ ദോഷമുള്ളതാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതായത് കൈ ഇരിക്കുന്നതും പോകും, കടം മേടിച്ചതും പോകും. ശനി വളരെയധികം ദോഷസ്ഥാനത്താണ് താങ്കൾക്ക് നിൽക്കുന്നത്. അത് 11-ാം ഭാവാധിപനാണ്, ലാഭത്തിൻ്റെ അധിപനാണ്. അപ്പോൾ 11-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിന്നാൽ നല്ലതാണ്. പക്ഷേ നീചഭാവത്തിലായതുകൊണ്ടും അതുപോലെ തന്നെ ചൊവ്വ 2-ാം ഭാവാധിപതി നീചഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും താങ്കളുടെ ജാതകപ്രകാരം നല്ലൊരു കാര്യം പറയാൻ പറ്റുന്നില്ല. അത് എന്നോട് ക്ഷമിക്കണം. കാരണം നല്ലത് പറയണം എന്നാണ് ഞാൻ എല്ലാവരെയും കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജാതകപ്രകാരം നോക്കുമ്പോൾ വളരെയധികം ദോഷസമയമാണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ശനി നീചഭാവത്തിലാണ് നിൽക്കുന്നത്, ചൊവ്വ നീചഭാവത്തിലാണ് നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ ആദിത്യനും ബുധനും നിൽക്കുന്നതുകൊണ്ട് മംഗല്യം വളരെയധികം പ്രയാസമാണെന്നും മംഗല്യം നടന്നാൽ തന്നെ അത് മുന്നോട്ട് പോകാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാകുമെന്നും ഒക്കെ കാണിക്കുന്നുണ്ട്. 12-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വിദേശ രാജ്യത്ത് പോകാൻ പറ്റുമെങ്കിലും ഒരു ഉയർച്ച പൊതുവെ കാണിക്കുന്നില്ല. അപ്പം ജാതകം നല്ലതുപോലെ പരിശോധിച്ചിട്ട് വേണ്ട പരിഹാരക്രിയകൾ തന്നെ ചെയ്യണം താങ്കളുടെ ജാതകപ്രകാരം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശനി ദശാകാലമായതുകൊണ്ട് താങ്കൾ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ സ്റ്റോൺ ധരിക്കാൻ പറ്റത്തില്ല. കാരണം അത് ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജന വിളക്ക് കത്തിക്കുക. അതുകൂടാതെ ശാസ്താപ്രീതി വരുത്തുക. ഏറ്റവും പ്രധാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. താങ്കൾ എല്ലാ ശനിയാഴ്ചയും പറ്റുമെങ്കിൽ സർവ്വദോഷങ്ങളും മാറും. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നല്ലെണ്ണ കൊണ്ട്, താങ്കൾക്കിപ്പം 26 വയസ്സാണല്ലോ, അപ്പം 300 ഗ്രാം എണ്ണ, നല്ലെണ്ണ വേണം, എള്ളെണ്ണ തന്നെ വേണം. എള്ളെണ്ണ കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് അഭിഷേകം ചെയ്തിട്ട് കുങ്കുമാഭിഷേകം ചെയ്യുക, അല്ലെങ്കിൽ കുങ്കുമ അർച്ചന ചെയ്യുക, വെണ്ണ നിവേദ്യം നടത്തുക, വെറ്റിലമാല സമർപ്പിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ചൊവ്വ ജാതകപ്രകാരം യുഗ്മരാശിയിലാണ് നിൽക്കുന്നത്. അപ്പം ഭദ്രകാളി ദേവി പ്രീതി വരുത്തുക. പിന്നെ ചുവന്ന പവിഴവും പേളും കൊണ്ട് മോതിരം ചെയ്ത് ധരിക്കുക. ചുവന്ന പവിഴവും പേളും ഇതുകൊണ്ട് താങ്കളൊരു മോതിരം ചെയ്ത് നിർബന്ധമായിട്ടും ചെയ്തിടണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശനിയുടെ സ്റ്റോൺ ധരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനി നമുക്ക് ദോഷസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ശനി ദശാകാലമാണെങ്കിലും ശനിയെ പ്രീതിപ്പെടുത്താനേ പറ്റത്തുള്ളൂ. അതിന് ശനി ദേവനായിട്ടുള്ള ശനീശ്വരനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ശനീശ്വരനായിട്ട് അമ്പലങ്ങളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ശാസ്താവിന്, ശിവന്, ഗണപതിക്ക്, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്കൊക്കെ വഴിപാട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് ജാതകപ്രകാരം ശനി ദേവനെ പ്രീതിപ്പെടുത്താൻ വേറെ മാർഗ്ഗമില്ല. ശനിക്ഷേത്രമായിട്ട് കുറവാണ്. അപ്പം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയാലും ശനീശ്വര പ്രീതി വരുത്തുക. അത് നിങ്ങൾ ചെയ്യാനുള്ളത് ഓം നീരാഞ്ജന സമാഭാസം രവിപുത്രം ഹിമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന് പറയുന്ന ശനീശ്വര മന്ത്രം സ്ഥിരമായിട്ട് ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. ജാതകപ്രകാരം ഇത് ദോഷം കാര്യമായിട്ടുണ്ട്. നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക. മംഗല്യത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മംഗല്യവും വിദേശയാത്രാ യോഗത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും എനിക്ക് അനുകൂല ഭാവം പറയാൻ പറ്റുന്നില്ല. ഭഗവാന്റെ കൃപയാൽ എന്നാൽ ഈ ദോഷങ്ങളെല്ലാം മാറുകയും ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുക. ജാതകപരമായിട്ടുള്ള നല്ല ദോഷങ്ങളുണ്ട്. അപ്പോൾ അത് പൂർവ്വജന്മാർജിതമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ദോഷങ്ങളാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് വിദ്യാഭ്യാസം, ജോലി, ഇവയെക്കുറിച്ച് അറിയാനായിട്ട് ഗ്രഹനില അയച്ചിട്ടുണ്ട് ഒരു കക്ഷി. ആ ഗ്രഹനില അയക്കരുത് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം മാത്രമേ അയക്കാവുള്ളൂ. അംബിക സന്തോഷ്. ജാതകം അയച്ചിട്ട് കാര്യമില്ല. കാരണം ഞാനിപ്പോൾ ഓൺലൈനിൽ ഇരിക്കുവാണല്ലോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. വിജീഷ് പൂരൂരട്ടാതി തൊഴിൽ, സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു തരാം. എനിക്ക് എളുപ്പമുള്ള കാര്യങ്ങളല്ല നോക്കുന്നത്. നിങ്ങളാണ് എന്നെക്കൊണ്ട് എളുപ്പമാക്കേണ്ടത്. കാരണം ഇത് ഓൺലൈനിൽ ഇരുന്നിട്ട് അപ്പം തന്നെ നമ്മൾ നോക്കിയിട്ട് പറയുന്ന കാര്യമാണല്ലോ. കബഡി പ്രശ്നമല്ല. നിലവിൽ നമ്മൾ ഇത് നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ നിന്നും നിങ്ങളുടെ സമയം എടുത്തതിന് ശേഷം നിങ്ങളുടെ ആ സമയത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മളിവിടെ നിങ്ങളുടെ പഞ്ചാംഗം മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വെച്ചിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പെട്ടെന്ന് നോക്കാൻ പറ്റും. ഇത് വെച്ച് നമ്മൾ ജ്യോതിഷം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് നോക്കിയല്ല ഞാനിവിടെ പറയുന്നത്. ഇത് വെച്ച് ഇപ്പോൾ പറയാനൊക്കെ, കാരണം പഞ്ചാംഗം എടുത്ത ഒരാളുടെ നാഴിക വിനാഴിക ഗണിച്ച് വരുമ്പോഴത്തേക്കിന് ഒരു 2 മണിക്കൂറൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുള്ളൊരു വഴിയുള്ളൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം എന്താണെന്ന് കണ്ടുപിടിക്കാനും അതും പ്രകാരം ഫലം പറയാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വിജീഷ് പൂരുരട്ടാതി വന്നിട്ട് നക്ഷത്രം 41 വയസ്സ് 3 മാസമായിട്ടുണ്ട്. ഇദ്ദേഹത്തിന് തൊഴിൽ, സാമ്പത്തിക കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് തൊഴിലാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് പറയുക. ഇപ്പോഴത്തെ ജാതകപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആദ്യം നമ്മൾ പറയുന്നത്.
അപ്പം നമ്മുടെ സമയപ്രകാരമുള്ള ദശാനാഥന് യഥാശക്തി വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിലൊരു മേന്മയുണ്ടാകുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ ബുധൻ്റെ ദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് നടക്കുന്നത്. 2025 സെപ്റ്റംബർ 30 വരെ താങ്കൾക്ക് വളരെയധികം സമയദോഷമാണെന്നാണ് കാണിക്കുന്നത്. കൂടാതെ ഇപ്പോൾ നിലവിൽ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടാണ്. അതുകൊണ്ട് വളരെയധികം ദോഷ സമയമാണ് എന്നാണ് പറയുന്നത്. കാരണം രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ 11ാം ഭാവാധിപൻ ജാതകപ്രകാരം 11ാം ഭാവാധിപൻ നീചഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 11ാം ഭാവത്തെ കൊണ്ടാണ് നമുക്ക് ധനപരമായിട്ടുള്ള ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൂടാതെ 2ാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വ 12ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് താങ്കൾക്ക് വളരെയധികം ദോഷമുണ്ട്. ശുക്രൻ, ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ നീചഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പൊതുവേ ധനനഷ്ടം, തൊഴിൽ നഷ്ടം, അലച്ചിൽ, മനക്ലേശം, സ്വസ്ഥതക്കുറവ്, പാഴ്ചെലവ് എന്ന് വേണ്ട പല വിധത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയാണ് പ്രശ്നവശാൽ കാണിക്കുന്നത്. താങ്കളിപ്പോൾ ചെയ്യാനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ബുധൻ്റെ ദശയിൽ രാഹുവിൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ബുധൻ ജാതകപ്രകാരം 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും ജാതകപ്രകാരം ശനി. അപ്പോൾ താങ്കൾ മരതകത്തിൻ്റെ സ്റ്റോൺ ധരിക്കുക. അവതാര വിഷ്ണു, അതായത് ശ്രീരാമക്ഷേത്രം, പരശുരാമക്ഷേത്രം, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് നടത്തുക. നരസിംഹ മന്ത്ര അർച്ചനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അധികം വളരെയധികം നല്ലതായിരിക്കും. തൊഴിൽപരമായിട്ടുള്ള പുരോഗതിക്ക് 12ാം ഭാവൻ യുഗ്മരാശിയിലാണ് നിൽക്കുന്നത്. ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. ഏറ്റവും വളരെ ഉത്തമമായിരിക്കും. ഒന്നുകിൽ മരതകം ധരിക്കുക, അല്ലെന്ന് വരിയിൽ ഡയമണ്ട് സ്റ്റോൺ ധരിക്കുക. ഇത് തൊഴിൽപരമായിട്ടുള്ള പുരോഗതിക്ക് വളരെയധികം ഉത്തമമായിരിക്കും. താങ്കളുടെ സാമ്പത്തിക സ്ഥിതി പറയാനാണെങ്കിൽ വളരെയധികം ദോഷമായിട്ടാണ് പ്രശ്നത്തിൽ കാണിക്കുന്നത്. കാരണം 11ാം ഭാവം കൊണ്ട് ലാഭം ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും നഷ്ടത്തിലേക്കാണ് പോകുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ടുള്ള പരിഹാരമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ബലവാനായിട്ടുള്ളത് ശനിയാണ്. ശനി ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഓജരാശിയിൽ നിൽക്കുക. അപ്പം നമുക്ക് നീരാഞ്ജന വിളക്ക് കത്തിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുക. ഇപ്പോഴത്തെ സമയപ്രകാരം അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട്, ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഭാഗ്യസൂക്തം, രാജഗോപാല മന്ത്ര അർച്ചന നടത്തുക. വെള്ളിയാഴ്ച തോറും ശ്രീസൂക്തം, താമരമുട്ട് കൊണ്ട് ഗണപതി ഹോമമൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ആളുടെ പേര് നോക്കട്ടെ. അച്ഛൻ മരിച്ചിട്ട് 2 മാസം ആകുന്നേ ഉള്ളൂ. അത് ദോഷമുണ്ടോ എന്ന് നമ്മുടെ ജാതകപ്രകാരം പ്രീതി മോളെ പറയാനൊക്കത്തില്ല കേട്ടോ. പ്രീതി രോഹിണി നക്ഷത്രം, നിങ്ങളുടെ അച്ഛൻ 2 വർഷമായിട്ട് മരിച്ചു. പക്ഷേ അത് നമുക്ക് താങ്കളുടെ ജാതകം നോക്കിയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം അത് കവടി പ്രശ്നം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിവിടെ നിങ്ങൾക്ക് അവിടെ കാണാനൊക്കത്തില്ല. എൻ്റെ മേശപ്പുറത്ത് ഇങ്ങനെ കവടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കവടി നിരത്തി നോക്കിയെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാനൊക്കത്തുള്ളൂ. അത് നോക്കുക, അതേ പറയാനൊക്കത്തുള്ളൂ. കാരണം അച്ഛൻ മരിച്ചിട്ടുള്ള ദോഷം നമുക്ക് ഈ ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കി പറയാൻ പറ്റത്തില്ല. ഇത് അടുത്തത് ബിജു 27/4/1987. അദ്ദേഹത്തിൻ്റെ ജോലിയും സാമ്പത്തികമാണ് ചോദിച്ചിരിക്കുന്നത്. 4ാം ഭാവം 4/27 27/4/6 PM. അപ്പം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ബിജുവിൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. താങ്കൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, താങ്കൾ അമാവാസിയുടെ അന്നാണ് ജനിച്ചിട്ടുള്ളത്. അശ്വതി 2ാം പാദത്തിലാണ് ജനിച്ചിരിക്കുന്നത്. 37 വയസ്സ് 9 മാസം നിലവിലായിട്ടുണ്ട്. നിലവിലത്തെ ജാതകസ്ഥിതി അനുസരിച്ച് താങ്കളുടെ സമയം വളരെ അധികം ദോഷമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമാവാസിയുടെ അന്നാണ് താങ്കൾ ജനിച്ചിട്ടുള്ളത്. അതായത് ചന്ദ്രൻ്റെ ദശയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 നവംബർ 21 വരെ താങ്കൾക്ക് നിലവിൽ ചന്ദ്രദശാകാലം ഉള്ളതുകൊണ്ട് ദോഷത്തിൻ്റെ പുറത്ത് ദോഷമായിട്ടുള്ള ഒരു സമയമായിരിക്കും താങ്കൾക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് ജാതകപ്രകാരം സാമ്പത്തിക സ്ഥിതി നമ്മൾ നോക്കുന്നത് എല്ലപ്പോഴും 2ാം ഭാവാധിപതിയെക്കുറിച്ചാണ്. സാമ്പത്തിക നഷ്ടമാണ് പൊതുവേ ജാതകത്തിൽ കാണുന്നത്. ജോലി സംബന്ധമായിട്ട് കർമാധിപനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. കർമാധിപതി പറഞ്ഞ കണക്ക് നീചഭാവത്തിൽ മൗഢ്യത്തിൽ കർത്തവാവിൻ്റെ അന്നാണ് ജനിച്ചിട്ടുള്ളത് താങ്കൾ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെയധികം ദോഷസ്ഥാനം. വ്യാഴം, ശുക്രൻ ശുഭഗ്രഹങ്ങളായിട്ടുള്ളവർ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ 12-ൽ കേതു നിൽപ്പുണ്ട്. അപ്പം വളരെയധികം ദോഷമാണ്. നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള പുരോഗതിയും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് ഓജം യുഗ്മരാശി ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് ചൊവ്വാഴ്ച തോറും രക്തപുഷ്പാഞ്ജലി ചെയ്യുക. വെള്ളപ്പൂ കൊണ്ട് തിങ്കളാഴ്ച ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതുപോലെ തന്നെ ശനീശ്വരനെ പ്രാർത്ഥിക്കുക, നീരാഞ്ജന വിളക്ക് കത്തിക്കുക. തൊഴിൽ പുരോഗതിയും ധനപുരോഗതിയും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. വളരെയധികം
പരിതാപകരമായ ഒരു സ്ഥിതിയെക്കുറിച്ച് ഇതിനെക്കുറിച്ച് താങ്കളുടെ തൊഴിലിനെക്കുറിച്ചും ധനസ്ഥിതിയെക്കുറിച്ചും പറയാനൊക്കത്തുള്ളൂ. ജാതകപ്രകാരമാണ് ഈ പറയുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, 42 വെറ്റയ്ക്ക് ഒരു മാല ചാർത്തുക, അതുപോലെ തന്നെ വെണ്ണ നിവേദ്യം നടത്തുക, കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്യുക, ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചൊവ്വ പ്രതിനിധാനം ചെയ്യുന്ന ഭദ്രകാളി ദേവിക്ക് പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി ചെയ്യുക. വെള്ളപ്പൂ കൊണ്ട് ദുർഗാദേവി ക്ഷേത്രത്തെ പുഷ്പാഞ്ജലി ചെയ്യുക. അമ്മയുടെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തിയിട്ട് എല്ലാ മാസവും യഥാശക്തി വഴിപാട് ചെയ്താൽ താങ്കൾക്ക് രക്ഷപ്പെടാനുള്ള യോഗം എല്ലാം ഉണ്ടാവും. 12ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് താങ്കൾ എല്ലാ മാസവും ഒരു ഗണപതി ഹോമം ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ ജാതകപ്രകാരം പുരോഗതി ഉണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ദോഷസ്ഥിതിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. പ്രദീപ് ഉത്രാടം സമയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് വിഷയമെന്ന് പ്രദീപ് പറയുന്നില്ല, അമ്പിളി പ്രദീപ് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനെങ്ങനെ മറുപടി പറയാനാണ്? നമുക്ക് അറിയേണ്ട വിഷയത്തെക്കുറിച്ച് പറയണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷയങ്ങളുണ്ട് ഓരോരുത്തർക്ക്. നമുക്കിപ്പോൾ തൊഴിൽ, വിവാഹം, ധനം, ആരോഗ്യസ്ഥിതി, അതുപോലെ തന്നെ വിദേശ സഞ്ചാരം, ഇങ്ങനെയുള്ള സ്ഥിതികളെക്കുറിച്ച് പറയണം. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് ഈ പ്രവചനമല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം എന്താണെന്ന് പറഞ്ഞു തരികയും ആ സമയപ്രകാരമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ദോഷങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടറെ എനിക്ക് വല്ല അസുഖമുണ്ടോ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. സാധാരണഗതിയിൽ എന്താ പറയുന്നത്? ഡോക്ടറെ എനിക്ക് ഇന്നപോലുള്ള ചില പ്രശ്നമുണ്ട്, എനിക്ക് അതിനെന്തെങ്കിലും ദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണോ എന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ ജ്യോതിഷത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം ഇടുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ജനിച്ച ഡേറ്റിൽ ഭൂമിയിൽ ഒരുപാട് പേര് ഭൂമിയിൽ ജനിക്കും. പെണ്ണും ജനിക്കും, ആണും ജനിക്കും. എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട വിഷയം ചിലപ്പോൾ നിങ്ങളുടെ തൊഴിലിനെക്കുറിച്ചാണ്, നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ്, നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചാണ്, നിങ്ങളുടെ ധനപരമായിട്ടുള്ള സ്ഥിതിയെക്കുറിച്ചാണ് അറിയേണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ നോക്കിയിട്ട് മറുപടി പറയുന്നതായിരിക്കും. ഏത് കാര്യത്തിലിറങ്ങിയാലും പരാജയവും തടസ്സമുണ്ട്. ശരത്ത് തൃക്കേട്ട താങ്കളുടെ വിഷയം ഞാൻ പറഞ്ഞു തരാം. എന്താ അത് എന്ന് പറഞ്ഞു തരാം. അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു തരാം. 26/10/1988 ജനിച്ച താങ്കൾക്ക് 1:44 PM താങ്കൾ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ഇപ്പം ഭരണി നക്ഷത്രം എന്നാണ്. ഭരണി 26/10/88 ശരത്തെ പ്രശ്നമാണല്ലോ. ശരത്തിൻ്റെ ഡേറ്റ് തെറ്റാണ്. 26/10/88 സമയം 1:44 PM ഇവിടെ കാണിക്കുന്ന നക്ഷത്രം വേറെയാണ്. താങ്കളുടെ നക്ഷത്രം ഭരണി എന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്കത് നോക്കാൻ പറ്റത്തില്ല. താങ്കളത് മനസ്സിലാക്കുക. ഭരണിയാണ് കാണുന്നത്, ഭരണി കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അത് മറുപടി നോക്കാം. ഇപ്പോൾ അടുത്ത ആളുടെ നമുക്ക് നോക്കാം. പ്രദീപിൻ്റെ നമ്മൾ ഈ സമയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. രാജശ്രീ കൊടുത്തിട്ടുണ്ട് 10/7/73. എന്താ കാര്യമൊന്നും ചോദിച്ചിട്ടില്ല. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ജനിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രശ്നം മാറാനായിട്ട് വിപിൻ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. വിപിൻ്റെ ഡേറ്റ് 10/9/1990. സമയം വന്നിട്ട് 7:14 AM. 7:14 AM. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം കാർത്തികയാണ്. സാമ്പത്തിക പ്രശ്നം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് മറുപടി പറയാം. സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം പ്രശ്നം മാറാൻ. ഇപ്പോൾ പ്രശ്നം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 34 വയസ്സ് 5 മാസം 9 ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ രാഹുർ ദശയിലെ ശുക്രൻ്റെ അപഹാരമാണ് ഈ പറയുന്ന വിപിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എഴുതി വെക്കുക നിങ്ങൾ ഈ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇത് ഒന്നുകൂടെ കണ്ടിട്ട് നോക്കുക. എനിക്ക് ലൈവ് നടത്തുന്നതുകൊണ്ട് യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ വരുമാനമൊന്നും ഉള്ള ആളല്ല, നമുക്കല്ലാതുള്ള തിരക്കുകളാണുള്ളത്. ഇപ്പം 2030 മെയ് മാസം 31 വരെ ഇദ്ദേഹത്തിന് ജാതകപ്രകാരം രാഹുർ ദശാകാലമാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രാഹുർ ദശാകാലം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും രാഹു കേതുക്കളുടെ ദശാപഹാര കാലം എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് ദോഷമായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ഥിതികൾ എപ്പോഴും നമുക്ക് വിപരീത ദശയിലായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. കാരണം തിരിച്ചാണ് അവരുടെ സഞ്ചാരം. അതുകൂടാതെ രാഹു കേതുക്കൾ നമുക്ക് പ്രധാനപ്പെട്ടുള്ള 3, 5, 7 ഭാവങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ ഭാവത്തിന് ദോഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. താങ്കൾക്ക് ഇപ്പോൾ രാഹുർ ദശ ആയതുകൊണ്ട് അത് 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മനക്ലേശം, സ്വത്വതക്കുറവ്, അലച്ചിൽ, ദേഹദുരിതം, പാഴ്ചെലവ്, ധനനഷ്ടം എന്നിങ്ങനെയുള്ള യോഗങ്ങളുണ്ടാവും. 12ാം ഭാവത്തിൽ ശുക്രനും ആദിത്യനും ബുധനും നിൽക്കുന്നുണ്ട്. സ്വദേശം വിട്ട് വിദേശ രാജ്യങ്ങളിലാണോ താങ്കൾ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിട്ടാണ് എനിക്ക് പറയുന്നത്. ജാതകപ്രകാരം താങ്കളുടെ ജാതകപ്രകാരം 11ാം ഭാവാധിപതി ജാതകപ്രകാരം അഷ്ടമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും 11ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ബലവാനായിട്ട് നിൽപ്പുണ്ട്. അതായത് വളരെയധികം ഉത്തമമായിട്ട് നിൽപ്പുണ്ട്. ലാഭസ്ഥാനത്ത്
വ്യാഴത്തിൻ്റെ സ്ഥിതിയുണ്ട്. ഇപ്പോൾ ജാതകപ്രകാരം രാഹു ആയതുകൊണ്ട് ശിവപ്രീതി വരുത്തുക. എല്ലാ ഞായറാഴ്ചയും ശിവക്ഷേത്രത്തിൽ ജലധാര, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന എന്നിവ ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ശുക്രൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക. മഹാലക്ഷ്മി സൂക്തമായിട്ടുള്ള ശ്രീ സൂക്ത മന്ത്രം അർച്ചന നടത്തുക ഒക്കെ ചെയ്യുക. നിങ്ങൾ അതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് അയയ്ക്കുക. ആ നമ്പറിലേക്ക് വേണം അയക്കാൻ. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്നതുകൊണ്ട് നിങ്ങൾ സഹോദരങ്ങൾ അത് ശ്രദ്ധിക്കുക. കാരണം 100 പേര് മെസ്സേജ് അയച്ചാൽ ഒരാളുടെ കാര്യം പറഞ്ഞിട്ടല്ലേ നമുക്ക് അടുത്ത ആളുടെ കാര്യം പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അതിനകത്ത് നോക്കിയിരിക്കുക. ഓരോരുത്തരുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് പറയുന്ന വഴിപാട്, ഇപ്പോൾ രാഹുർദശയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രാഹുർദശയാണോ ഇല്ലയോ എന്ന് ചിലർക്ക് അറിയാൻ പറ്റും. അപ്പം നാഗപ്രീതി വരുത്തുക. അതുപോലെ തന്നെ ശുക്രൻ്റെ അപഹാരം വന്നതുകൊണ്ടും രാഹുർദശാകാലം ഉള്ളവരെല്ലാവരും നാഗപ്രീതി വരുത്തുകയും ശിവക്ഷേത്ര ദർശനം ഞായറാഴ്ച ദിവസം നടത്തുകയും ഭാഗ്യസൂക്ത മന്ത്ര അർച്ചനയും ജലധാര, നെയ്വിളക്കൊക്കെ വഴിപാടുകൾ നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹു 2030 വരെ ഉള്ളതുകൊണ്ട് താങ്കൾക്ക് വളരെയധികം ദോഷമാണ്. 2030 ശേഷം താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് പരിപ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ സമയം അതനുസരിച്ച് വളരെയധികം സാമ്പത്തിക സ്ഥിതി വളരെയധികം മോശമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനെ പ്രീതിപ്പെടുത്തുക. ശുക്രൻ 12ലാണ് നിൽക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു. താങ്കൾക്ക് സാമ്പത്തികം ഉണ്ടാവണമെങ്കിൽ സ്വദേശം വിട്ട് വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോകണം. അതാണ് താങ്കളുടെ ജാതകപ്രകാരം സ്ഥിതി അങ്ങനെയാണ് കാണിക്കുന്നത്. സ്വദേശം വിട്ട് വിദേശം ഗൾഫൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് രാജ്യം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സ്വദേശത്ത് നിന്ന് ഒന്നും ചെയ്യരുത്, സ്വന്തമായിട്ട് പണം മുടക്കിയുള്ള ബിസിനസ്സുകളൊന്നും ചെയ്യരുത് എന്ന് തന്നെയാണ് ജാതകപ്രകാരം കാണിക്കുന്നത്. താങ്കൾക്ക് ശുക്രനാണ് ധനത്തിൻ്റെ അധിപൻ. ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് താങ്കൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഡയമണ്ടിൻ്റെ ഒരു കല്ല് വലത് കയ്യിലെ ചെറുവിരലിൽ ധരിക്കുക. നമ്മുടെ കൊച്ചു വിരലുണ്ടല്ലോ, കൊച്ചു വിരലിൽ ധരിക്കുക, ആ വിരലിൽ ധരിക്കുക. അപ്പോൾ അത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ധനസ്ഥിതി മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഡയമണ്ട് സ്റ്റോൺ ധരിക്കുക. വെള്ളിയാഴ്ച വെള്ളപ്പൂ കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ദേവിക്ക് പുഷ്പാഞ്ജലി കഴിക്കുക കേട്ടോ. സാമ്പത്തിക പ്രശ്നം മാറാനുള്ള വിഷയം പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമസ്കാരം ഗുരുനാഥ. 10/1/76 മകരം. അദ്ദേഹത്തിന് വിദേശത്ത് ജോലി ചെയ്യുന്ന, സാമ്പത്തികമായി പുരോഗതിയില്ല, വീടില്ല എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നിങ്ങളുടെ പൂജയ്ക്ക് പൈസ അയക്കാറുണ്ട്, നോക്കിയിട്ട് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ച ആളുടെ പേര് ഇതിനകത്തുണ്ട്, സുധാകരൻ ചേട്ടാ. സന്തോഷം, പൂജയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം. പക്ഷേ താങ്കൾ ഇതിനകത്ത് ജന്മസമയം കൊടുത്തിട്ടില്ല. അപ്പോൾ ജനനസമയമില്ല, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊന്നും അതിനകത്തില്ല. താങ്കൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കും അത് എഴുതാഞ്ഞത്. ഇപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, സാമ്പത്തികമായിട്ട് പുരോഗതിയില്ല, വീട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാരനാണ്. ഈ വരുന്ന മാർച്ച് മാസം 26-ാം തീയതി മുതൽ കണ്ടകശനിക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ അധികം അനുകൂലമായിട്ടൊരു സമയം ഈ വരുന്ന മാർച്ച് കഴിയുന്നതോടുകൂടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക പുരോഗതി ഇല്ലാത്തതിനാൽ താങ്കൾ വ്യാഴാഴ്ച തോറും വിഷ്ണു ഭഗവാന് ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന ചെയ്താൽ വളരെയധികം നല്ലതായിരിക്കും. മറ്റ് സമയമൊന്നും ഇതിനകത്ത് എഴുതാത്തത് കൊണ്ട് നമുക്കത് നോക്കി പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും വീടില്ലാത്തതിനും താങ്കൾ എല്ലാ മാസവും നാഗദൈവങ്ങൾക്ക് ഒരു 100 പാലും വഴിപാട് നടത്തിയാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾക്ക് സമയം അറിയാത്തതുകൊണ്ടാണ് ഇടാത്തതെന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അത് പരിഹരിക്കാം. വിഷ്ണുപ്രസാദ് M 11/4/95 11/4/1995. സമയം വന്നിട്ട് 11 AM. അപ്പോൾ വിഷ്ണുപ്രസാദിൻ്റെ നക്ഷത്രം മകമാണ്. അപ്പം മകനക്ഷത്രം വിവാഹത്തിൻ്റെ കാര്യം, സാമ്പത്തിക കാര്യം പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമയം നമുക്ക് നോക്കി പറയാം, എന്താണെന്നുള്ള പറയാം. ഇപ്പോഴത്തെ വിഷ്ണു പ്രസാദിൻ്റെ സമയം 29 വയസ്സ് 10 മാസം 8 ദിവസമായിട്ടുണ്ട്. അപ്പം 30 വയസ്സാകാൻ 2 മാസം കൂടെ നിലവിലുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ദശാകാലമാണ് വിഷ്ണുവിന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ശനിയുടെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ് സമയം. അപ്പോൾ നമ്മൾ എന്തിനാ ഈ ആദ്യ സമയം പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ദശാ അപഹാര കാലം എന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഓരോ നക്ഷത്രക്കാരും ഇപ്പോൾ അശ്വതി മകം മൂലം കേതുർദശയിലാണ് ജനിക്കുന്നത്, ഭരണി പൂരം പൂരാടം ശുക്രദശയിലാണ് ജനിക്കുന്നത്, കാർത്തിക ഉത്തരാടം ആദിത്യ ദശയിലാണ് ജനിക്കുന്നത്. അതുപോലെ തന്നെ അശ്വതി മകം മൂലം ഇവർ കേതുർദശയിലാണ് ജനിക്കുന്നത്. ഈ കക്ഷി മകൻ നക്ഷത്രക്കാരനായതുകൊണ്ട് കേതുർദശയിൽ ജനിച്ചു. ഇപ്പോൾ ശുക്രദശാകാലം കഴിഞ്ഞു, ഇപ്പോൾ ആദിത്യ ദശാകാലം നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാര കാലത്തിലെ ദശാനാഥൻ ആരാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ആ ദശാനാഥൻ എന്താണോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ആദിത്യ ദശയാണ്, ആദിത്യ ദശാകാലം ആയതുകൊണ്ട് നിങ്ങൾ സൂര്യനാണ് നിങ്ങളുടെ ആദിത്യൻ എന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹം എന്ന് പറയുന്നത് പ്രധാന ഗ്രഹം ശിവനാണ്. അപ്പോൾ ശിവപ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകും. ഈ
മകനക്ഷത്രക്കാരൻ്റെ കാര്യമല്ല പറയുന്നത്, അങ്ങനെയും പറയുവാണ്. വിഷ്ണുപ്രസാദിൻ്റെ കാര്യം നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ ഇപ്പം ഒരു 250-300 മെസ്സേജ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ 300 പേരുടെയും കാര്യം നമുക്ക് ഇപ്പോഴത്തെ സമയത്തിനനുസരിച്ച് നോക്കി പറയാനൊക്കത്തില്ല. അത് കൂടാതെ ലൈവിന് താഴെ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിപ്പുണ്ട്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഒരാളുടെ കാര്യം പറയുമ്പോൾ കുറേ സമയമെടുക്കും, ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും നമുക്ക് ഒരാളുടെ കാര്യം പറയാനെങ്കിലും ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ഇപ്പം ആദ്യത്തെ ദശാകാലം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ വിഷ്ണുപ്രസാദിന് പ്രധാനമായിട്ടും ആദ്യം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ദശാപഹാര കാലം ഏതാണ്, അത് ആദിത്യനാണ്. ആദിത്യനായതുകൊണ്ട് നിങ്ങളെല്ലാ ഞായറാഴ്ചകളിലും ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന, ജലധാര, നെയ്വിളക്ക് നടത്തി നോക്കൂ, നിങ്ങൾക്ക് രക്ഷയുണ്ടാകും. ഇന്ന് ആൾക്കാർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണ്, വിദേശത്ത് പോകാൻ ഒരു തടസ്സം വരുന്നു, ഉടൻ തന്നെ നമ്മളൊരു സ്വാമിയോ ഒരു നോക്കുന്ന ഒരാളിനെ കൊണ്ടോ നോക്കിച്ചിട്ട് പറയും, അവർ പറയും ഞാനിപ്പോൾ പെട്ടെന്ന് സാധിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു പൂജയൊക്കെ ചെയ്യണം, നമുക്കൊരു 20,000-30,000 രൂപയാകും, നിങ്ങളുടെ കാര്യം ഉടൻ തന്നെ സാധിച്ചു തരാമെന്ന് പറയും. അങ്ങനെ സാധിച്ചു തരാമെന്നും പറഞ്ഞിട്ടൊരു വലിയ പൂജയൊക്കെ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് അറിയാമോ, ഇനി പൂജയൊന്നും ചെയ്തിട്ട് ഫലമില്ല, ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട വഴി കൂടെ നിങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓരോ പൂജയും നിങ്ങൾ ചെയ്യണമെന്നില്ല, നിർബന്ധമില്ല. നിങ്ങൾ ഒരുപാട് പണം മുടക്കിയുള്ളൊരു കർമ്മവും നിങ്ങൾ ആരും ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ദശാപഹാര കാലം ഏതാണ്, ആ ദശാപഹാര കാലത്തിന് പറയുന്ന ദശാനാഥൻ ആരാണെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് തന്നെ വഴിപാട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ആദിത്യ ദശാകാലം ആയതുകൊണ്ട് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഭാഗ്യസൂക്താർച്ചന നടത്തുക. ശനിയുടെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വരുന്ന ഫെബ്രുവരി 27-ാം തീയതി തീരുവാണ്. ആരുടെയാ? ഈ പറഞ്ഞ വിഷ്ണുപ്രസാദിൻ്റെ സമയം കൊണ്ടാണ് ഞാനീ പറയുന്നത്. 2025 ഫെബ്രുവരി 27, അതായത് ഈ വരുന്ന ശിവരാത്രി കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമയം മാറിയിട്ട് ആദിത്യ ദശയിലെ ബുധൻ്റെ അപഹാരകാലം തുടങ്ങുകയാണെന്നാണ് കാണിക്കുന്നത്. അത് നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ബുധൻ ജാതകത്തിൽ നീചത്തിലും വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ശനിയും കൂടെ നിൽപ്പുണ്ട്. 11-ാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത്. അതൊക്കെ പൊതുവേ ജാതകപ്രകാരം വളരെയധികം ദോഷമാണെന്നേ പറയാനൊക്കത്തുള്ളൂ. കാരണം ചൊവ്വയൊക്കെ വളരെയധികം ദോഷസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥിതി അനുസരിച്ച്, ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം 7-ാം ഭാവം വ്യാഴമായതുകൊണ്ടും വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും മംഗല്യദോഷം കാര്യമായിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി 2-ാം ഭാവാധിപതി 3-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും 2-ാം ഭാവത്തിൽ ചൊവ്വ വളരെയധികം നീചഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും ദോശക്കല്ലെ വെള്ളം വീണാൽ എങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത്, വെള്ളം വറ്റിപ്പോകുന്നത് പോലെ ധനം കയ്യിൽ വരുന്നതിനേക്കാൾ കൂടുതൽ പാഴ്ചെലവായിട്ട് തന്നെ പോകുമെന്നാണ് ജാതകപ്രകാരം കാണിക്കുന്നത്. അപ്പം മംഗല്യദോഷമുണ്ട് വിഷ്ണുപ്രസാദിന്. സാമ്പത്തിക സ്ഥിതിയും വളരെയധികം മോശമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ താങ്കളുടെ ജാതകപ്രകാരം ഗ്രഹസ്ഥിതി വളരെയധികം ദോഷമാണ്. അതിൻ്റെ കാരണം നമ്മളല്ല. ഇപ്പോൾ ചൊവ്വ രാഹു കേതു എന്ന് പറയുമ്പോൾ ഈ ചൊവ്വയും രാഹുവും കേതു ഒന്നും നമ്മളെ ആരെയും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ജ്യോതിഷപരമായിട്ട് പറയാനുള്ളത്. കാരണം നമ്മൾ ജനിച്ച സമയത്ത് ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ ആകാശമണ്ഡലത്തിലുള്ള ഗ്രഹസ്ഥിതി ഏതാണ് എന്ന് നോക്കിയിട്ട് ആ ഗ്രഹസ്ഥിതി വെച്ചിട്ട് നിങ്ങളുടെ ജാതക ഫലമാണ് പറയുന്നത്. ആ ഗ്രഹം ഇപ്പോഴും നമ്മളെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു എന്നല്ല പറയുന്നത്. ആ ഗ്രഹസ്ഥിതി അനുസരിച്ച് താങ്കൾക്ക് ധനസ്ഥിതി വളരെയധികം മോശമാണെന്നും കർമ്മസ്ഥിതി വളരെയധികം മോശമാണെന്നും മംഗല്യസ്ഥിതി വളരെയധികം പ്രശ്നമാണെന്നുമാണ് എനിക്ക് പ്രശ്നപ്രകാരം പറയാനുള്ളത്. പരിഹരിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആദിത്യ ദശാകാലമായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന നടത്തുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷഗ്രഹമായിട്ടുള്ള ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച തോറും എല്ലാ മാസത്തിലൊരു വ്യാഴാഴ്ച വിഷ്ണു പൂജ ചെയ്യുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണന് തുളസിമാല പാൽപ്പായസം നടത്തുക. ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി എല്ലാ മാസവും നടത്തുക. മാതൃകുടുംബദേവതാ ക്ഷേത്ര ദർശനം നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ താങ്കൾക്ക് ജാതകപ്രകാരം നല്ലതായിരിക്കും. നീരാഞ്ജന വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഗീതു 10 വർഷമായി കുട്ടികളില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് 2 കാര്യമാണ്. ഒരാളുടെ ജാതകപ്രകാരം ഗീതു കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങളുടെ ജാതകമല്ല നിങ്ങളുടെ അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. സന്താന ഭാഗ്യം ഇല്ലാത്തതിൻ്റെ കാരണം നിങ്ങളുടെ ജാതകമല്ല. കാരണം 8/7/95 9:45 AM താങ്കൾ ജനിച്ചിട്ടുണ്ട്. 16/1/91 താങ്കളുടെ ഭർത്താവും ജനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അതേ ഡേറ്റിൽ ജനിച്ചിട്ടുള്ള മറ്റുള്ളവർക്ക് കുട്ടികളുണ്ടാവുമല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അതേ ദിവസം ജനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ യുക്തിപരമായി ചിന്തിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. അതേ ഡേറ്റിൽ നമ്മൾ ജനിച്ച അതേ ഡേറ്റിൽ ലോകത്ത് എന്തുമാത്രം ആളുകൾ ജനിക്കും. എല്ലാവർക്കും ഒരുപോലെ കുട്ടികളില്ലാത്ത അവസ്ഥയല്ല, എല്ലാവർക്കും കുട്ടികളുള്ള അവസ്ഥയുണ്ടാവും. അപ്പം നമ്മുടെ ജാതകമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ദോഷം. കുട്ടികളുണ്ടാകാത്തതിൻ്റെ കാരണം നമ്മുടെ ജാതകപ്രകാരമുള്ള പ്രശ്നമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് ആരെങ്കിലും നിങ്ങൾക്ക് അറിവുള്ള ജ്യോത്സ്യരെ കൊണ്ട് ഒരു കവടി പ്രശ്നം വെച്ച് നോക്കിച്ചിട്ട് നിങ്ങൾക്ക് യുക്തിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു
പരിഹാരം ചെയ്യണം. തൽക്കാലം നിങ്ങളുടെ ജാതകപ്രകാരം ഗീതുവിൻ്റെ സമയം മാത്രം ഞാൻ നോക്കി പറയാം. അതുകൊണ്ട് നിങ്ങൾക്ക് സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും മാസമുറ കഴിഞ്ഞ് വരുന്ന നമുക്ക് 8-ാം ദിവസം കഴിഞ്ഞതിന് ശേഷം സന്താന ഗോപാല മന്ത്ര അർച്ചന നടത്തി ഒരു കദളിപ്പഴം ജപിച്ച് കഴിക്കാമെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യത്തിനൊരു യോഗം ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് സാധാരണഗതിയിൽ എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരമുള്ള വിഷയമല്ല എന്നുള്ളത് ആദ്യം തന്നെ ഞങ്ങൾ അത് മനസ്സിലാക്കണം. ഒരാൾക്കും ജാതകപ്രകാരമുള്ള വിഷയമല്ല അത് വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജനിച്ച അതേ ഡേറ്റിന് തന്നെ ഭൂമിയിൽ ഒരുപാട് പേര് ജനിക്കും. എല്ലാവർക്കും ഒരേ അവസ്ഥ ആയിരിക്കത്തില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ നാൾ പറഞ്ഞിട്ടില്ലെങ്കിലും വിശാഖം എന്നാണ് കാണിക്കുന്നത്. 9/8/95 9:45 ജനിച്ചിട്ടുള്ള നമ്മുടെ സഹോദരി ഗീതുവിൻ്റെ സമയം എന്ന് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് 29 വയസ്സ് 7 മാസം ശനി ദശയിലെ രാഹുവിൻ്റെ അപഹാരമാണ്. ജാതകപ്രകാരം നമുക്ക് സന്താന ഭാഗ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. 5-ാം ഭാവത്തിലെ വ്യാഴം 4-ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് താങ്കൾക്ക് സന്താനയോഗം വളരെയധികം ബലവാനായിട്ട് നിൽപ്പുണ്ട്. 5-ാം ഭാവത്തിലോട്ട് ലഗ്നാധിപൻ്റെ ദൃഷ്ടിയുണ്ട്, ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്, ബുധൻ്റെ ദൃഷ്ടിയുണ്ട്. യാതൊരു കാരണവശാലും താങ്കളുടെ ജാതകപ്രകാരമല്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതൊന്ന് പരിശോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 2/7/97 മകയിര നക്ഷത്രം ജനനം വിദ്യാഭ്യാസം അറിയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നോക്കാം. പേര് എഴുതിയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ അംബിക സന്തോഷ് കാണിക്കരുത്. ഒരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നൊക്കെ നമുക്കിതിനകത്ത് അറിയണമല്ലോ. ഇപ്പോൾ 2002 9-ാം മാസം 7-ാം തീയതി മകരത്തിൽ ആണും ജനിക്കും പെണ്ണും ജനിക്കാം. നമുക്കിതിനകത്ത് ജാതകത്തിൽ നോക്കിയേക്കാം. അഞ്ജന പെൺകുട്ടിയാണ്. ജാതകം നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വലുതാക്കി നോക്കിയെങ്കിലേ കാണത്തുള്ളൂ. 2002 കേട്ടോ. നിങ്ങളുടെ ധൃതി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയാം. 2002 സെപ്റ്റംബർ മാസം 7-ാം തീയതി ജനിച്ച ജനന സമയം കൊടുത്തിട്ടില്ല. നമുക്ക് ജാതകത്തിൽ നോക്കാം. രണ്ടാമത് പ്രാവശ്യം ഒന്നുകൂടെ അയച്ചതുകൊണ്ടാണ് ഞാനത് നോക്കുന്നത്. ഇതിനകത്ത് നോക്കിയെടുക്കുന്നത് എളുപ്പമല്ല. 8:36 രാവിലെ 8:36 ഈ കുട്ടി ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അഞ്ജനയുടെ നക്ഷത്രം പൂരം നക്ഷത്രമാണെന്ന് കാണിക്കുന്നുണ്ടല്ലോ. നോക്കട്ടെ. 2002 ജൂലൈ 9. അപ്പോൾ മകയിര നക്ഷത്രമാണ്. ശരിയാണ്. അപ്പോൾ 22 വയസ്സ് 7 മാസമായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ചാണ്, ഈ കുട്ടിയുടെ കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പം 2002. അപ്പോൾ ഇപ്പോഴത്തെ സമയം നോക്കിയിട്ട് വ്യാഴദശയിൽ ശനിയുടെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. 2036 സെപ്റ്റംബർ മാസം 1-ാം തീയതി വരെ വ്യാഴദശ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി ജാതകപ്രകാരം നമുക്ക് ലഗ്നത്തിൽ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല വിദ്യാഭ്യാസ യോഗം കാണിക്കുന്നുണ്ട്. അപ്പം നിലവിലത്തെ അനുസരിച്ച് ശുക്രൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ധനയോഗം കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. കർമ്മസ്ഥാനാധിപതി നീചഭാവത്തിലാണ് നിൽക്കുന്നത്. അത് വളരെയധികം ദോഷമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു പരിഹാരം പറഞ്ഞുതരാം. തൊഴിൽപരമായിട്ട് ജാതകത്തിൽ പറയുന്നത് ക്ലറിക്കൽ, അധ്യാപനം, കോളേജ് ലെക്ചർ, പുരോഗതി വൃത്തി, ജ്യോതിഷം, അതുപോലെ തന്നെ ആർക്കിടെക്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്, IT ഇതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ ജേർണലിസം, ഇതൊക്കെ നമുക്ക് ജാതകപ്രകാരം തൊഴിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ യോഗ്യത നേടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും പറയുന്നുണ്ട്. IT വരെ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ യോഗ്യത പറയുന്നുണ്ട്. പിന്നെ ഇത് പറയുന്നില്ല. മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ഇപ്പോഴത്തെ ജാതകപ്രകാരം ഇദ്ദേഹത്തിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ട്. വ്യാഴദശാകാലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുതരാം. ചുമന്ന പവിഴം, പേള് ഇത് രണ്ടും ചേർത്തുകൊണ്ട് ഒരു മോതിരം, അത്യാവശ്യമായിട്ട് മോതിരമോ അല്ലെങ്കിൽ ലോക്കറ്റോ ഈ കുട്ടിക്ക് ധരിക്കുക. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന എന്നിവ ചെയ്യുക. വിദ്യാഭ്യാസ പുരോഗതിക്ക്, തൊഴിൽ പുരോഗതിക്ക് നല്ലതായിരിക്കും. എല്ലാ മാസവും ഒരു നീരാഞ്ജന വിളക്ക് കത്തിക്കുക. ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുക. ഇത്രയാണ് തൊഴിൽപരമായിട്ടുള്ള പുരോഗതിക്ക് ഉത്തമമായിട്ട് കാണിക്കുന്നത്. ജാതകം നല്ലതാണ്, തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുത്തതായിട്ട് ആദിത്യൻ പൂരുരുട്ടാതി നക്ഷത്രം 2005 ടൈം എഡ്യൂക്കേഷൻ ജോബ് എപ്പോൾ കിട്ടും. ജോബ് എപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള യോഗം എന്തുവെന്ന് പറഞ്ഞുതരാം. ഇന്ന ടൈമിൽ ഇത്രാം തീയതി നമുക്ക് ജോലി കിട്ടും എന്നൊരാൾക്കോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഭഗവാന്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ലയോ അതൊക്കെ. 2005 5:10 PM 5:10 PM നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരമുള്ള സമയം നോക്കി പറഞ്ഞുതരാം. പ്രവചനങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം
ഇത് കവടി പ്രശ്നമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ജ്യോതിഷപരമായിട്ട് നിങ്ങളുടെ ജാതകം എന്താണ്, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം, ആദിത്യൻ്റെ ജാതകപ്രകാരം ഇപ്പം പൂരുരുട്ടാതി നക്ഷത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രം ഇപ്പോൾ വയസ്സ് വന്നിട്ട് 19 വയസ്സ് 9 മാസമായിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ജോലി എപ്പോൾ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ട് കാണിക്കുന്നത് ജാതകപ്രകാരം ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. വിവിധ തരത്തിലുള്ള കലകൾ യോഗം പറയുന്നുണ്ട്, സിനിമാ ഫീൽഡ് പറയുന്നുണ്ട്, സംഗീതം പറയുന്നുണ്ട്, ആഭരണ വ്യാപാരം പറയുന്നുണ്ട്, വാഹന സംബന്ധമായിട്ടുള്ള ഫീൽഡ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ IT ഭാഗം പറയുന്നുണ്ട്, അതുപോലെ തന്നെ കച്ചവടം പറയുന്നുണ്ട്, മൃഗസംരക്ഷണം പറയുന്നുണ്ട്, ബ്യൂട്ടി പാർലർ പറയുന്നുണ്ട്, സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലികൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് ചരിത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നല്ലതായിരിക്കും എന്നും ജാതകം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സമയം ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ജാതകപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശനി ദശാകാലമാണ്. 2025 ഒക്ടോബർ 23 വരെയാണ് ശനി ഉള്ളത്. ശനി തീരുവാണ്. 2023 ഒക്ടോബറിൽ തീർന്നിട്ട് ഇദ്ദേഹത്തിന് 17 വർഷം, ഇനി ബുധൻ്റെ ദശാകാലമാണ് ആരംഭിക്കാൻ പോകുന്നത്. ജാതകപ്രകാരം ബുധൻ ഉച്ചരാശിയിലൊക്കെയാണ് നിൽക്കുന്നത്. അത് വളരെയധികം നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ബുധൻ്റെ ജാതകപ്രകാരം ദേവീക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാലക്ഷ്മി സൂക്തമന്ത്രാർച്ചന, അതായത് ശ്രീ സൂക്ത മന്ത്രാർച്ചന ചെയ്യുക. ശനി തീരാറായതുകൊണ്ട് തീരുന്ന ഒക്ടോബർ മാസം വരെ നീരാഞ്ജന വിളക്ക് നടത്തുക, ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുക ശിവന്. അപ്പം ജാതകപ്രകാരം തൊഴിൽപരമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു മനസ്സിലായോ? അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്തതായിട്ട്